ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ വ്ളോഗുമായിട്ടാണ്. കുറച്ചായി ഞാൻ സ്ട്രീറ്റ് ഫുഡും അതേപോലെ തന്നെ തട്ടുകടയിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അന്നേരം നല്ലൊരു ക്രേസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ തട്ടുകടയിലൊന്നും പോയിട്ട് അങ്ങനെ ഫുഡൊന്നും നൈറ്റിൽ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്, പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫാമിലിക്കും. അപ്പോൾ നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല, വീഡിയോ എന്താണെന്ന് പറയാം. ഇന്ന് നമ്മൾ ഒരു കിട്ടിലോസ്കി തട്ടുകടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ണൂർ തളിപ്പറമ്പിലുള്ള ഒരു തട്ടുകടയാണ്. കുറച്ച് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകട കൂടിയാണ്, കരീംസ് തട്ടുകട എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ അപ്പവും ആ ഒരു ചിക്കൻ ഫ്രൈയും ആണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മളൊരു 8 o'clock അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായത്. അന്നേരം തന്നെ ഏകദേശം എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സീറ്റൊക്കെ മോസ്റ്റ്ലി കവേർഡ് ആയ പോലെയാണ് ഉണ്ടായിട്ടുണ്ടായത്. പിന്നെയെന്ന് പറയാൻ അപ്സ്റ്റെയറിൽ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്സ്റ്റെയർ അങ്ങനെ ചൂസ് ചെയ്തിട്ടില്ല. പുതിയ തട്ടുകട എന്ന് പറയുമ്പോൾ ആ ഒരു ഫീലോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിച്ച് അടിപൊളി ആ ഒരു ഫീൽ കിട്ടണം. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് തന്നെ കുറച്ചും കൂടി ഡിലേ ആയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത്രയും തിരക്കും അത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ, എല്ലാവരും വണ്ടിയിലൊക്കെ പാർസൽ വാങ്ങിച്ചിട്ടും വണ്ടിയിൽ നിന്ന് ഇരുന്ന് കഴിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇരുന്ന് നമ്മുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ പിന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മെത്തേഡും കൂടി നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ആരെ സ്പീഡായിരുന്നു അയാൾ ഉണ്ടാക്കുന്നത് തന്നെ കാണുമ്പോൾ. ഒരു കടായിൽ തന്നെ അവർ ഒരു 10-25 അപ്പം വെക്കുന്നുണ്ട്. ആ ഒരു അപ്പം വെച്ചാൽ മാത്രമേ അവർക്ക് ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ പോവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത്രക്ക് എനിക്ക് ആ ഒരു അവിടുത്തെ തിരക്കും അതൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ നെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തിരക്ക് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഫുഡിൻ്റെ ആ ഒരു ലെവല് മനസ്സിലാക്കി എടുക്കാനും പറ്റിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് പാനിൽ തന്നെ 1-2 കറികൾ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു നെയ്യപ്പം വെക്കുന്നുള്ളത്. നെയ്യപ്പം വെച്ചതിന് ശേഷമാണ് പിന്നെ അവർ ഈ കറിയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഫുൾ അപ്പത്തിനെ കുതിർത്തി എടുക്കുന്നുണ്ട്. മൊത്തം കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ് ഈ ഒരു നെയ്യപ്പം പിന്നെ കാണുന്നുള്ളത്. ഒരു 5-10 മിനിറ്റ് ഈ ഒരു അപ്പവും കറിയും ഒക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നാലാണ് നെക്സ്റ്റ് അവർ ചെയ്യുന്നത് സെർവിങ് ആണ്. സെർവിങ്ങും കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം ഒരു പ്ലേറ്റിൽ 4 അപ്പം വെക്കും. പിന്നെ അതിനുശേഷം ആ ഒരു കറിയുടെ കുറച്ച് നീരും ഒന്ന് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നല്ല തിക്കായിട്ടുള്ള മയോണൈസ്, പിന്നെ ഒരു കച്ചുമ്പർ, അതായത് ഓനിയൻ കച്ചുമ്പറും, പിന്നെയെന്ന് പറയുന്നത് ഒരു നല്ല അടിപൊളി, എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അവരുടെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റും പറയാനില്ല എനിക്ക് ആ ഒരു ചിക്കൻ ഫ്രൈ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു ചിക്കൻ ഫ്രൈ. അങ്ങനെ സെർവിങ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ടേബിളിലോട്ട് ഇത് വന്നു. ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയ പാടന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ചൂടുണ്ടായാലും നമ്മൾ ഈ ഒരു സാധനം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിക്ക് വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നെയ്യപ്പത്തിൻ്റെ ഒരു പീസ് എടുത്തു. അതേപോലെ തന്നെ മയോണീസിലൊന്ന് ഡിപ്പ് ചെയ്ത് കച്ചുംബറിലൊന്ന് എടുത്ത് പിന്നെ ഒരു ചിക്കൻ പീസും കൂട്ടി ആഹാ ഒരു പിടി അങ്ങ് പിടിച്ചു. എന്ത് ടേസ്റ്റ് എന്നറിയോ.
അങ്ങനെ ഫുഡും കഴിച്ച് കരീംഖാനോട് ഒരു ഒരു അടിപൊളി ടാറ്റ ബൈ ബൈയും പറഞ്ഞ് നമ്മൾ നേരെ എട്ടിക്കൊളത്തേക്ക് യാത്രയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞൊരു ഫുഡ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസിൽ പോയി ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്